ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ ഒരു അലയൻസ് ഉണ്ടോ പ്രശാന്ത്? ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാലേ, ഈ ഇലക്ഷൻ കമ്മീഷന്റെ ക്രമക്കേടുകൾ, ഇലക്ട്രൽ പ്രോസസ്സിന്റെ ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഇന്ത്യ അലയൻസിന്റെ കൂടെ നിൽക്കേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാല് മമതാ ബാനർജി, RJDയുടെ ലാലു പ്രസാദ് യാദവ്, അഖിലേഷ് യാദവ്, സ്റ്റാലിൻ, ഇവരാരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ആരും രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുമില്ല. അപ്പൊ എന്തായിരിക്കും ഇന്ത്യ അലയൻസിന്റെ ഒരു ഭാവി? അപ്പൊ അത് ഉണ്ടാവുമോ? ഇന്ത്യ അലയൻസിന്റെ ഭാവി എന്താണെന്നുള്ളത് ലോകത്ത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു അലയൻസ് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ പറഞ്ഞതുപോലെ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, അങ്ങനെ ഒരു അലയൻസ് ഉണ്ടോ? ഇത് സത്യത്തിൽ രാഹുൽ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഈ അലയൻസ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തട്ടിക്കൂട്ടുന്ന ഒരു സംവിധാനമാണ്. എന്തിന്? BJP എതിർക്കാൻ, നരേന്ദ്രമോദിയെ എതിർക്കാൻ. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നരേന്ദ്രമോദി വിരുദ്ധരാണ്, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ എതിരാളികളാണ്. ഇപ്പൊ സ്റ്റാലിന്റെ ആവശ്യം തമിഴ്നാട്ടിൽ BJP വളരരുത്, മമതയുടെ ആവശ്യം ബംഗാളിൽ BJP വളരരുത്, ലാലുവിന്റെ ആവശ്യം ബീഹാറിൽ എന്നും എനിക്ക് കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഇവർക്കൊക്കെ ഒരു വലിയ ഭീഷണിയാണ്. ഇന്ന് ഇവിടെ എല്ലാം, നേരത്തെ ഇവിടെയൊക്കെ കോൺഗ്രസ് ആയിരുന്നു ഇവരുടെ എതിരാളികൾ. പണ്ട് കോൺഗ്രസ് ആണ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കോൺഗ്രസിന്റെ നിന്ന് പോയി ദ്രാവിഡ പാർട്ടികളുടെ കയ്യിലായി. അപ്പൊ എത്രയോ കാലമായിട്ട് അവിടെ കോൺഗ്രസ് ഇല്ല. ഇന്ന് കോൺഗ്രസ് നിലനിൽക്കുന്നത് തന്നെ സ്റ്റാലിന്റെ കാരുണ്യത്തിലാണ്. പക്ഷെ അവിടെ BJP അതിശക്തമായിട്ട് വളരാൻ തുടങ്ങിയിരിക്കുന്നു. ബംഗാളിൽ നമുക്കറിയാം 35 വർഷം CPM-ന്റെ കയ്യിലായിരുന്നതാണ്. ആ CPM-നെ കൂടോടെ പറിച്ചെടുത്തുകൊണ്ടാണ് മമത, ഈ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്ന മമത കോൺഗ്രസിനെ പൊളിച്ച് പുറത്തു വന്ന് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് CPM അണികളെ മുഴുവനും, അതായത് CPM-നകത്തുള്ള ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആക്രമണോത്സുകതയുള്ളവരെ മുഴുവനും വലിച്ചു കൂടെ കൊണ്ടുവന്നാണ്, ഒരു 3/4 ഭാഗം പേരെങ്കിലും കൂടെ കൊണ്ടുവന്നാണ് ഇന്ന് അവിടെ ഭരണത്തിലിരിക്കുന്നത്. അതുപോലെ UP-യിൽ അഖിലേഷ് യാദവ് നമുക്കറിയാം. അവിടെ 4 പാർട്ടികളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി, അതുപോലെ മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി, പിന്നെ BJP, കോൺഗ്രസ്. അതിൽ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും തകർന്നു. ആ തകർച്ച ഇപ്പോൾ അവിടെ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. അവിടെ BJP ഒരു വലിയ ശക്തിയായിട്ട് മാറി. മാത്രമല്ല, പണ്ടേ വാജ്പേയി പറയും, ഡൽഹിയിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ലക്നൗ, ഡൽഹിയിലേക്കുള്ള വഴി ലക്നൗ വഴിയാണ് എന്ന് പറയും. അപ്പോൾ UP ശരിക്കും ആര് ഭരിക്കുന്നോ അവർ കേന്ദ്രം ഭരിക്കും എന്നുള്ളതാണ് ഒരു ചൊല്ല്. ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണ്. അപ്പോൾ അവിടെ അഖിലേഷിന്റെ ഏറ്റവും വലിയ എതിരാളി ഇന്നിപ്പോ BJP ആണ്. അപ്പോൾ അവിടെയും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ഈ അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടിയുടെ ഒരു നിഴലായിട്ട് നിൽക്കുകയാണ്. ഇവരുടെ എല്ലാം മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJP-യും നരേന്ദ്രമോദിയാണ്, രാഷ്ട്രീയ ശത്രു. അപ്പൊ അവർ തമ്മിലുള്ള രാഷ്ട്രീയ പോര് ഇങ്ങനെ കടുത്ത് പോകുമ്പോൾ കോൺഗ്രസ് അതിന്റെ ഓരം ചേർന്ന് നടക്കുകയാണ്. ഇതാണ് സാഹചര്യം. പക്ഷെ കേന്ദ്രത്തിൽ വരുമ്പോൾ ഈ സമാജ്വാദി പാർട്ടിക്ക് UP-ക്ക് പുറത്ത് ഒരിടത്തുമില്ല, തൃണമൂല് ബംഗാളിന് പുറത്ത് ഒരിടത്തുമില്ല, സ്റ്റാലിൻ DMK തമിഴ്നാട്ടിന് പുറത്ത് ഒരിടത്തുമില്ല. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കും. ഇവരെല്ലാം ഒരുമിച്ച് നിർത്തുമ്പോൾ ഒരു ദേശീയ കക്ഷി ഇവരുടെ കൂടെ വേണം. അതില്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിനൊരു പ്രസക്തി ഇല്ലാതെ പോകും. ജനം ഇവരെ വിശ്വസിക്കില്ല. അപ്പൊ ഒരു ദേശീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അവിടെ കോൺഗ്രസ് ആണ് പിന്നെ ഉള്ളത്. കാരണം BJP-യുടെ മുഖ്യ എതിരാളിയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ഇവർ ചുമക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചുമക്കുമ്പോൾ പോലും അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് തട്ടിക്കൂട്ടി ഇത് രംഗത്ത് വരുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിയണത് ഇത് വീണ്ടും ശിഥിലമാകും. ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട ആം ആദ്മി പാർട്ടി, അതുപോലെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം, NCP-യുടെ ശരത് പവാർ വിഭാഗം, ഇവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇവർക്കൊന്നും BJP-യിലേക്ക് പോകാൻ കഴിയില്ല. ഇവരുടെയും പ്രധാന ശത്രു, രാഷ്ട്രീയ എതിരാളി BJP-യാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് ഈ സഖ്യകക്ഷികളിൽ ഒരു നേതാവ് പോലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ആരോപിച്ച് രംഗത്ത് വന്ന രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല? എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അതെ. അപ്പോ
അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് എന്തോ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് രാഹുൽ ഈ ഒരു സംഗതിയുമായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അത് ആ അജണ്ടയിൽ പല അജണ്ടകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്ത് പല അജണ്ടകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലിരിക്കണം. ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടതും ഇന്ത്യ മുന്നണിയെ ഭരിക്കേണ്ടതും ഞാനായിരിക്കണം. അതാണ് രാഹുലിന്റെ ഒന്നാമത്തെ അജണ്ട. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സിലാവണ്ടേ? അലയൻസുകാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, അലയൻസുകാർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അത് ശരി. ഓ, അത് ശരി. ഈ അലയൻസുകാർ ഇത് വകവെച്ചു കൊടുക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം നമ്മൾ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഹരിയാന സംസ്ഥാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. ലോക്സഭ കഴിഞ്ഞപ്പോൾ തന്നെ രാഹുലിനെ കണക്കിന് രാഹുല് കോൺഗ്രസ് 99 സീറ്റ് നേടി ഒക്കെ വന്നെങ്കിലും BJP-യെ ഒരു പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ഒരു വിലപേശലിന് അല്ലെങ്കിൽ ഭരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ തക്കവണ്ണമുള്ള ശക്തി രാഹുൽ നേടിയില്ല. UP-യിലും മഹാരാഷ്ട്രയിലുമാണ് അവിടെ BJP-ക്ക് അടിതെറ്റിയതും ഇവർക്ക് ഇന്ത്യ മുന്നണിക്ക് കുറച്ച് മുന്നേറ്റം ഉണ്ടായത്. ഇനി നമ്മൾ തിരിച്ച് ഹരിയാനയിലേക്ക് വരാം. അവിടെ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് അമ്പാടെ തകർന്നു. പക്ഷേ കോൺഗ്രസ് ആണ് അവിടെ ആദ്യം മുന്നിട്ട് നിന്നത്. പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ BJP പതുക്കെ കയറി വരികയും വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ BJP കയറി വരികയും BJP വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് എന്തോ ഇലക്ട്രൽ അല്ല, അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയിരുന്നു ആദ്യം തെറിയേറ്റത്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ വന്നു. മഹാരാഷ്ട്രയിലും സമാനമായിട്ട് തന്നെ. മഹാരാഷ്ട്രയിൽ പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് BJP-ക്ക് തിരിച്ചടിയായിരിക്കും എന്നൊക്കെ കണക്ക് കൂട്ടിയെങ്കിലും തുടക്കം തൊട്ട് തന്നെ BJP മുന്നേറുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്. ഡൽഹിയിലും സമാനമാണ്. ഡൽഹിയിലും തുടക്കം തൊട്ട് BJP മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ ആം ആദ്മി പാർട്ടി പുറകിൽ പോയി. ഒരേ ഒരു സ്ഥലത്താണ് കോൺഗ്രസ് ലീഡ് ചെയ്തത്, അതും അവസാനം തോറ്റുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. സംപൂജ്യരായിട്ട് കോൺഗ്രസ് മടങ്ങി. ഈ ഹരിയാന കഴിഞ്ഞപ്പോ തൃണമൂല് പ്രശ്നം ഉണ്ടാക്കി, ലാലു പ്രശ്നം ഉണ്ടാക്കി. മഹാരാഷ്ട്ര കഴിഞ്ഞപ്പോ ലാലു പ്രശ്നം ഉണ്ടാക്കി, അതിന്റെ പുറകെ മമത രംഗത്ത് വന്നു. ഡൽഹി കഴിഞ്ഞപ്പോ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായിട്ടുള്ള സകല ബന്ധവും ഉപേക്ഷിച്ചു, ഡൈവോഴ്സ് ചെയ്തു. അവരവരുടെ പാട്ടിന് പോയി. ഇപ്പൊ അവർ ഗുജറാത്തിൽ കോൺഗ്രസിനെ വെട്ടിക്കേറാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ. ഇപ്പൊ ഇവിടെ എല്ലാം രാഹുലിന് ഇതിന്റെ അപകടം മനസ്സിലായി. ഇങ്ങനെ ഓരോരുത്തരും ഈ രീതിയിൽ പെരുമാറിയാൽ ഒരു ദേശീയ കക്ഷിയായ കോൺഗ്രസ് ഇപ്പോൾ വളരെ ചുരുങ്ങി. കോൺഗ്രസിനാകെ സൗത്ത് ഇന്ത്യയിലാണ് 2 സംസ്ഥാനങ്ങളുള്ളത്. ഒന്ന് കർണാടകയും 2 തെലങ്കാനയും. പിന്നെ ഒരു സംസ്ഥാനം ഉള്ളത് ഹിമാചൽ പ്രദേശാണ്. അത് ഈ പറഞ്ഞ പോലെ മാറി മാറി വരുന്നതാണ്. 5 വർഷം BJP എങ്കിൽ 5 വർഷം കോൺഗ്രസ്, അങ്ങനെ ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ ഒക്കെ ആ രീതിയിൽ പോകുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ ഭാവിയിൽ തിരിച്ചു വരണമെങ്കിൽ ഇപ്പൊ അവിടെ BJP ഭരിക്കുകയാണ്. ഉത്തരാഖണ്ഡും പിന്നെ രാജസ്ഥാനും ഒക്കെ BJP ഭരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കണമെങ്കിൽ, അടുത്ത തവണ തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കാണിക്കണം. ഈ ഗിമ്മിക്കുകൾ കാണിക്കാതിരുന്നാൽ ഈ രാജസ്ഥാനിലെയും ഉത്തരാഖണ്ഡിലെയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നറിയാം. ഇപ്പൊ നമുക്കറിയാം ജാർഖണ്ഡ് ഭരിക്കുന്നത് സോറനാണ്. ഹേമന്ത് സോറനാണ്. ഹേമന്ത് സോറൻ ഒരു നിഴലായിട്ടാണ് അവിടെ കോൺഗ്രസ് നിൽക്കുന്നത്. അവിടെ BJP-യും സോറനും തമ്മിലാണ് മത്സരം മുഴുവൻ. ഈ BJP-യെ പിടിച്ചു കെട്ടാൻ സോറന്റെ കൂടെ നിൽക്കുന്നു കോൺഗ്രസ്. ഞാനും മുതലയച്ചനും കൂടി മറ്റേ ഇത് പിടിച്ചു, എരയെ പിടിച്ചു, മാനിനെ പിടിച്ചു എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിന്റെ അവിടുത്തെ സ്ഥിതി. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ കോൺഗ്രസിന് ഇതിന്റെ ആ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിലെ ബുദ്ധിജീവികൾക്ക് അപകടം മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രംഗത്ത് വരിക. ഈ ഇന്ത്യ മുന്നണിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അജിറ്റേഷൻ, ഒരു പ്രക്ഷോഭം കൊണ്ടുവരിക. ആ പ്രക്ഷോഭത്തിന്റെ നെടുനായകത്വം ഭാരത് ജോഡോ യാത്ര നടത്തിയതുപോലെ അത് രാഹുലാണ്. ഇത് വരുത്തി തീർക്കുക. ഇത് മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കൊക്കെ നല്ലവണ്ണം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ.
കാരണം ഇനിയിപ്പം 2029 തെരഞ്ഞെടുപ്പുള്ളൂ, 4 കൊല്ലമുണ്ട്. 4 കൊല്ലത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അത് BJPക്ക് എതിരായ ഒരു വികാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് അതിൽ നിന്ന് എത്ര മുതലെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. എന്നാൽ പൊട്ടത്തരം എന്തെങ്കിലും പറഞ്ഞ് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോണ്ട. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെറുപ്പിക്കുന്നതും അവരെ അങ്ങോട്ട് ചെന്ന് അനാവശ്യമായിട്ട് ചൊറിഞ്ഞ് ഉപദ്രവിക്കുന്നതും അപകടമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമല്ല. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ രാഹുൽ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമുക്ക് നോക്കാം, വരും പോലെ വരട്ടെ. ഇതാണ് അവരുടെ ഒരു നയം.